കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഏർലി മാണി ഏറിലാണല്ലോ അല്ലേ, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ ഏർലി മാണി ഒരു പോസ്റ്റ് ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിലിട്ടത്. ഈ ജന്തർ മന്ദിറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു. അതിന് നല്ല രീതിയിൽ കിട്ടി, അങ്ങ് ഏറിലല്ല ബഹിരാകാശത്തേക്ക് പോയതാണ്. അതിനുശേഷമാണ് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട കുടുംബ സംവിധാനമായിട്ടുള്ള സിബി മലയിലിൻ്റെ സിനിമകളെ കുറിച്ചിട്ട് പുള്ളിക്കാരി ഒരു പരാമർശം നടത്തി. സത്യത്തിൽ ഈ പേർലി മാണി ഒരു സെലിബ്രിറ്റി എന്നതിലുപരി ഒരു വലിയൊരു നടിയായിട്ടോ അല്ലെങ്കിൽ വലിയ കലാകാരിയായിട്ടോ ഒന്നും കേരളത്തിലെ ആൾക്കാർക്കൊന്നും അറിയപ്പെടത്തില്ല. പക്ഷേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഒരു യൂട്യൂബർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആളുകളെയൊക്കെ ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു പെൺകുട്ടി എന്നൊക്കെയാണ് പലരും വിചാരിച്ചത്. പക്ഷേ ഇവരുടെയൊക്കെ ഒരു ധാരണയുണ്ട്, 1 മില്യൺ 2 മില്യൺ സബ്സ്ക്രൈബറൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഞാൻ എന്തു പറഞ്ഞു കഴിഞ്ഞാലും അത് അപ്പാടെ അങ്ങ് കേൾക്കുന്നവരാണ് മലയാളികൾ എന്ന് നമ്മുടെ നമ്മുടെ ഏർലിക്ക് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. കാരണം അവരുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം 4 ലക്ഷത്തോളം വരുന്ന ആളുകൾ അതിനകത്ത് നിന്ന് പോയി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ പോയാലും അത് അവരോടുള്ള വിയോജിപ്പ് കൊണ്ട് അതിൽ നിന്ന് അൺഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് തന്നെയാണ്. എന്തായാലും നമ്മുടെ സിനിമാ മേഖലയിലുള്ള നമ്മുടെ ആലപ്പി അഷ്റഫ് ഉണ്ടല്ലോ, എടുത്ത് വാരി ഉടുക്കുന്ന ഒരു കിഡ്ലൻ വീഡിയോ വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ. വാ. എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. പേളി ഒരുപക്ഷെ ധരിച്ചിട്ടുണ്ടാകാം തന്റെ ലക്ഷോപലക്ഷം വരുന്ന ഫോളോവേഴ്സ് താൻ പറയുന്ന വളിപ്പുകളും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഒപ്പം നിൽക്കുമെന്ന്. അത് നിന്റെ വെറും തെറ്റിദ്ധാരണയാ. ഇവിടെയാണ് പേളി മാണിക്ക് അടിയേറ്റത്. എനിക്ക് ജീവിതം മടുത്തിയേട്ടാ, എന്റെ കണക്കൂട്ടലുകളെല്ലാം പിഴച്ചു. താങ്കൾ അത്ര വലിയ ഒരു കലാകാരിയോ ഒരു മഹാസംഭവമോ ഒന്നുമല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. എന്ത് കണ്ടിട്ടാണ് ഈ അഹങ്കാരം? താങ്കൾ പറയുന്ന കോമാളിത്തരങ്ങൾ കേട്ട് ഇഷ്ടപ്പെട്ട് ചിലർ നൽകിയ പിന്തുണയാണ് നിങ്ങളുടെ അംഗീകാരം. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? നിങ്ങൾ ബിഗ് ബോസ് മത്സരാർത്ഥിയായി എത്തിയപ്പോൾ നിങ്ങൾ കാഴ്ചവെച്ച നിഷ്കളങ്കതയും പെർഫോമൻസും ഒക്കെ കണ്ട് എനിക്കും നിങ്ങളോട് ഇഷ്ടം തോന്നിയിരുന്നു. ഒന്ന് ചിന്തിച്ചാ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. അതുകൊണ്ട് മെറീന വിഷയം വന്നപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കും ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് പേളിക്ക് അനുകൂലമായി ഒരു എപ്പിസോഡും ഞാൻ ചെയ്തിരുന്നു. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? എന്നാൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു പേളിയെ കുറിച്ച് രഞ്ജിനി ഹരിദാസ് അന്ന് പറഞ്ഞതാണ് ശരിയെന്ന്. അവരാദ്യം മുതലേ പറയുന്നുണ്ട്, കാര്യസാധ്യത്തിനായി നിലപാടുകളിൽ ചാഞ്ചാട്ടം വരുത്തുന്നവരാണ് നിങ്ങൾ, ഫേക്ക് പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടേതെന്ന്. ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചു. അവസാനം എന്റെ അടുത്ത് തന്നെ വന്നല്ലോ. വെറുതെ അടികൊള്ളാതെ സമരം അവസാനിപ്പിച്ച് വീട്ടിൽ പോകാൻ പറഞ്ഞത് നിങ്ങളുടെ അജ്ഞത മൂലം പറഞ്ഞു പോയതാണെന്ന് ആറാട്ടണ്ണൻ പോലും പറയുന്നുണ്ട്. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. വിവരക്കേടും ബുദ്ധിയില്ലായ്മയും ഒരു തെറ്റൊന്നുമല്ല. പക്ഷെ ഇത്തരം ഗൗരവകരമായ വിഷയങ്ങളിൽ വാ അടച്ചിരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നു. ഇപ്പോൾ എന്തായി? വള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? ശരിക്ക് സന്തോഷം സമാധാനമായി. പണ്ട് പേളിമാണി ഒതുക്കി മൂലയിലിരുത്തിയ മെറീന മൈക്കലിന് ഓർമ്മയുണ്ടോ? അവർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അവരെ കേൾക്കാൻ നിങ്ങളോടൊപ്പം നിന്ന് അവരെ കല്ലെറിഞ്ഞവരും അവരോടൊപ്പമുണ്ട്. ഈ കർമ്മ എന്നൊക്കെ പറഞ്ഞ സാധനമല്ലോ, അത് സത്യം. അവരായിരുന്നു ശരിയെന്ന് ഇപ്പോൾ കാലം തെളിയിച്ചു. പേളിയുടെ മുഖഛായയും നിറവും മുടിയുടെ സാദൃശ്യവുമൊക്കെ അവർക്ക് വന്നുപോയി എന്ന കാരണത്താൽ ഒരു ചാനലിലെ അഭിമുഖത്തിനായി വിളിച്ചു വരുത്തിയതിനു ശേഷം അവരെ ഇന്റർവ്യൂ ചെയ്യാതെ നിങ്ങൾ അവിടെ നിന്നും കടന്നു കളഞ്ഞില്ലേ? ചില വ്യക്തികൾ ഒന്നുമില്ലായ്മയിൽ നിന്നും കടന്നു വന്ന് പേരും പ്രശസ്തിയും പണവും ഒക്കെ നേടിക്കഴിഞ്ഞാൽ പിന്നെ വന്ന വഴി അപ്പാടെ അങ്ങ് മറക്കും. നമ്മളെയാണല്ലോ മച്ചമ്പി. പിന്നെ ഞാൻ ഏതോ വലിയ സംഭവമാണ്, ഞാൻ പറയുന്നതൊക്കെ വേദവാക്യമാണെന്ന ഭാവത്തിൽ മറ്റുള്ളവരോട് പുച്ഛഭാവത്തിലുള്ള സംസാരവും പെരുമാറ്റവും അങ്ങ് തുടങ്ങും. നല്ല ഈഗോ ഉണ്ടല്ലേ? ആവശ്യത്തിന്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. തടി കുറയ്ക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഈഗോ കുറയ്ക്കാനാണോ പാട്? ഒരാൾ അത്യുന്നതിയിൽ എത്തുമ്പോഴാണ് അയാളുടെ മനോഭാവത്തിന് മാറ്റമുണ്ടാകേണ്ടത്. അവരുടെ വാക്കുകൾക്ക് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും അനുകമ്പയുടെയും ആദരവിന്റെയും സ്ഫുരണമുണ്ടാകണം. ബഹുമാനം അർഹിക്കുന്ന വ്യക്തികളെ പരമപുച്ഛത്തോടെ കണ്ട് അവരെ ഇകഴ്ത്തി സംസാരിക്കുവാൻ ഒരിക്കലും പാടില്ല. എന്ത് ചെയ്യാനടാ, ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി. അതാണ് ഇവിടെ ഇപ്പോൾ യൂട്യൂബറും ഇൻഫ്ലുവൻസറും അവതാരകയും ഒക്കെയായ പേളി മാണിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഏത് നേരത്താണോ എനിക്ക് അങ്ങനെ തോന്നിയത്? അനവസരത്തിൽ പറഞ്ഞിട്ടുള്ള ബുദ്ധിശൂന്യമായ ചില അഭിപ്രായങ്ങളും മണ്ടത്തരങ്ങളും കാരണം പേളി മാണി ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഒരു അപഹാസ്യ കഥാപാത്രമായി മാറിയിരിക്കുകയാണല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. സിബി കാലഹരണപ്പെട്ട സംവിധായകനല്ല എന്നറിയാത്ത ഒരാളല്ല പേളി മാണി. എന്നാൽ അവരുടെ ഉള്ളിലെ അഹങ്കാരം മറനീക്കി പുറത്തു വന്നപ്പോൾ അവർ സിബിയെ ആക്ഷേപിച്ചത് പരാജയപ്പെട്ട സംവിധായകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിൽ കൂടുതലൊന്നും ഇനി ഈ സാധനം അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ദുബൈയിലൊക്കെ ഏതോ ഫ്ലാറ്റ് ഒക്കെ വാങ്ങിയെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടുത്തെ ജനങ്ങളാണ് നിങ്ങളെയൊക്കെ സെലിബ്രിറ്റി ആക്കുന്നതും അല്ലെങ്കിൽ ഒരു നടനാക്കുന്നതോ അല്ലെങ്കിൽ നടിയാക്കുന്നതോ ഒക്കെ ഇവിടുത്തെ ജനങ്ങളാ. എന്ത് വിഡ്ഢിത്തരവും മണ്ടത്തരവും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളൂ എന്നുള്ള ആ ഒരു ധാരണ ഉണ്ടല്ലോ, അത് ഏകദേശമൊക്കെ ഇപ്പൊ ചേച്ചിക്ക് മാറി കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള
ഒരാളായിരുന്നു. ഇവരുടെ 2-3 പ്രോഗ്രാമിനൊക്കെ ഞാൻ പോയി അവരുടെ വീഡിയോസൊക്കെ എടുത്ത് പ്രൊമോഷനൊക്കെ ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ്. പി അഷ്റഫ് അടിച്ച് നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി നിങ്ങളുടെ കമൻറ്റുകളും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും